ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തീമോത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവർ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും കല്ലും കൊണ്ടുള്ളതും ഉണ്ട്. അത് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗയോഗ്യവും ആയി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഇത് ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന സ്ഥിരമായ അടിസ്ഥാനത്തെക്കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. നിലനിൽക്കുന്ന സ്ഥിരമായ അടിസ്ഥാനം, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ പറയുന്നേ? ഒന്ന്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. തനിക്കുള്ളവരെ, ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടോ? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അവിശ്വാസം ആർക്കെങ്കിലും ഉണ്ടോ? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഇനിയും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം, നമ്മളെല്ലാവരും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നമ്മളെല്ലാവരും എന്ത് വേണം? അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. അനീതി ചെയ്യാൻ പാടില്ല. അനീതി വിട്ട് അനീതിയിൽ നിന്ന് ഓടി മാറുക, അകന്നുകൊള്ളട്ടെ എന്നാണ് പറയുന്നത്. ഇവ രണ്ടും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനത്തിൻ്റെ മുദ്രയാണ്. ഇതിന് മാറ്റമില്ല. ഇതിന് മാറ്റമില്ല. തനിക്കുള്ളവരെ അറിയുന്ന കാര്യം കർത്താവിനുള്ളതാണ്. അത് ഒരു മാറ്റവുമില്ലാതെ ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനുമാണ്. എന്നാൽ കർത്താവ് അറിയുന്ന നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, കർത്താവ് നമ്മളെ അറിയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് അല്പം പോലും സംശയം വേണ്ട. ഉണ്ടോ? സംശയമുണ്ടോ? സംശയം വേണ്ട. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അനീതി വിട്ട് അകന്നുകൊള്ളണം. 21-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത്, ഹീനകാര്യങ്ങളെ വിട്ട് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, ഹീനമായിട്ടുള്ള കാര്യം, മോശമായ കാര്യം വിട്ട് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗയോഗ്യവുമായ ആയി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമാണ്. നമ്മളൊരു മാനപാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. 1 യോഹന്നാൻ 2:6 പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശുക്രിസ്തു എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചോ അതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം എന്നാണ് അവിടെ പറയുന്നത്. നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ്റെ നാമം എടുത്ത് ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവ് നടന്നതുപോലെ, കർത്താവ് ഈ ലോകത്ത് എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരോട് 2 കൊരിന്ത്യർ 7:1 പൗലോസ് പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി
ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ നമ്മൾ തികയ്ക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. തികച്ചുകൊള്ളുക. കർത്താവ് നമ്മെ അറിയുന്നു എന്ന വാഗ്ദത്തത്തിൻ്റെ അവകാശികളായിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം, അതേക്കുറിച്ചാണ് ഈ പറഞ്ഞത്. കർത്താവ് എന്നു മുതലാണ് നമ്മെ അറിയുന്നതെന്നും എപ്രകാരമാണ് നമ്മെ അറിയുന്നത് എന്നും പറയുന്ന ചില വേദഭാഗങ്ങൾ നോക്കാം. നാം രക്ഷിക്കപ്പെട്ട ശേഷം അല്ല കർത്താവ് നമ്മെ അറിയുന്നത്, അതിനു മുമ്പേ കർത്താവ് അറിയുന്നുണ്ട്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അറിയുന്നതാണ് പറയുന്നത്. അപ്പം രക്ഷിക്കപ്പെട്ടത് എന്നാ ഇവിടെ ജനിച്ചതിന് ശേഷമാണ്. അപ്പം അതിനു മുമ്പേ നമ്മളെ അറിയുന്നുണ്ട്. എഫേസ്യർ 1:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, പിതാവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പോൾ അന്ന് നമ്മളില്ലല്ലോ. നമ്മളെ ഈ 10, 60, 70 വർഷങ്ങൾക്ക് മുമ്പാണ് ജനിച്ചത്. അന്ന് നമ്മളില്ല. അപ്പോൾ അതിനു മുമ്പേ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മളെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ, അതായത് പിതാവാം ദൈവം, പ്രിയനായവനിൽ, ആരാ? യേശുക്രിസ്തുവിൽ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൽ നമ്മളെ മുൻനിയമിച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 130 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് എപ്രകാരമാണ് നമ്മെ അറിയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നമ്മളെ കർത്താവ് ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ എത്ര കാര്യമായിട്ടാണ് പറയുന്നത് നോക്കേ. 139 ഞാൻ തെറ്റിച്ച് പറഞ്ഞോ? 139 യഹോവേ, നീ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നമ്മുടെ ഓരോരുത്തരുടെ ചെറിയ ചലനങ്ങൾ പോലും കർത്താവ് അറിയുന്നു. ചെറിയ ചലനം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും കർത്താവ് അറിയുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന കാര്യവും കർത്താവ് അറിയുന്നു. അത്ര വലിയവനായ നമ്മുടെ കർത്താവ്. ഇവിടെ ദാവീദ് പറയുന്നത്, യഹോവ അവനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ദാവീദിനെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എന്തിനാണെന്ന് കർത്താവ് അറിയുന്നു. അവൻ ഹൃദയത്തിൽ നിരൂപിക്കുന്ന കാര്യം കർത്താവ് അറിയുന്നു. നടക്കുന്നതും കിടക്കുന്നതും കർത്താവ് ശോധന ചെയ്യുന്നു. അവൻ്റെ വഴികളൊക്കെയും കർത്താവിന് മനസ്സിലായിരിക്കുന്നു. നമ്മുടെ വഴികൾ മുഴുവൻ കർത്താവിന് അറിയാം, മനസ്സിലായിരിക്കുന്നു. കർത്താവ് മുഴുവൻ അറിയാത്ത ഒരു വാക്കും അവൻ്റെ നാവിന്മേലില്ല. കർത്താവ് അറിയാത്ത
കർത്താവ് മുഴുവൻ അറിയാത്ത ഒരു വാക്കും അവൻ്റെ നാവിന്മേൽ ഇല്ല. ഇങ്ങനെ നമ്മെ അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളതെന്ന് നാം ചിന്തിക്കാറുണ്ടോ? ഇത്രയൊക്കെ അറിയുന്ന ഒരു കർത്താവാണെന്ന്. കർത്താവ് നമ്മളെ അറിയാം, കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു, നമ്മളങ്ങനെ വളരുന്നു എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഇതുപോലെ നമ്മളെ അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഉണ്ടാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്ന് വായിക്കുന്നു. നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ അറിഞ്ഞിരിക്കുന്നു. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളിൽ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നല്ലവണ്ണം അറിയുന്നു. 15-ാം വാക്യം, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോഴും അതിനു മുമ്പേ തന്നെ എൻ്റെ അസ്ഥികൂടം ഈ കർത്താവിന് മറവായിരുന്നില്ല. 16-ാം വാക്യം, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നിന്റെ പുസ്തകത്തിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 17-ാം വാക്യം, ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ, അവയുടെ ആകെ തുകയും എത്ര വലിയത്. 18-ാം വാക്യം, അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും നിന്റെ അടുക്കലിരിക്കുന്നു. ഉറക്കത്തില, പക്ഷെ ഇപ്പം ഞാൻ ഉണരുമ്പോൾ വീണ്ടും ഞാൻ നിന്റെ സന്നിധിയിൽ തന്നെ. നമ്മെ അറിയുന്ന കർത്താവ് അമ്മയുടെ ഉദരത്തിൽ നമ്മെ ഉളവാക്കിയവനാണ്. അസ്ഥികൾ ഒന്നുമില്ലാതെ ഒരു പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ നമ്മുടെ അസ്ഥികളെ എല്ലാം കണ്ടവനാണ് ഈ ദൈവം. നമ്മൾ വെറും ഒരു പിണ്ഡാകാരമായിരുന്നപ്പോൾ നമ്മളുടെ അസ്ഥികൾ അസ്ഥിയൊന്നും ഉണ്ടായില്ല, പക്ഷേ നമ്മുടെ അസ്ഥികളെ മുഴുവൻ കണ്ടവനാണ് ഈ ദൈവം. അപ്പോൾ ഈ ദൈവം എത്ര വലിയവനാണെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോഴേ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. അവനെ ആ വലിപ്പത്തിൽ നമുക്ക് ആരാധിക്കാൻ ഒക്കുകയുള്ളൂ. കണ്ടവനാണ്. നമുക്ക് ഈ ഭൂമിയിൽ നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ ഓരോ ദിവസത്തെക്കുറിച്ചും കർത്താവ് അവിടുത്തെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ ഭൂമിയിൽ നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവിടുത്തെ പുസ്തകത്തിൽ ഓരോ ദിവസത്തെക്കുറിച്ചും ഇന്നിവിടെ നമ്മൾ കൂടുമെന്നും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമെന്നും കർത്താവിൻ്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതിയിരുന്നു. നമ്മെക്കുറിച്ചുള്ള അവിടുത്തെ വിചാരങ്ങൾ എത്രയാണെന്ന് നമുക്ക് എണ്ണാൻ പോലും പറ്റാത്ത വിധം അധികമാണ്. നാം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും. ഇത്രയും കൃത്യമായി നമ്മെ അറിയുന്ന കർത്താവിനോട് സങ്കീർത്തനക്കാരൻ 23 24 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. 24-ാം വാക്യം, വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഈ വാക്യം ലിവിങ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അങ്ങേ ദുഃഖിപ്പിക്കുന്ന കാര്യം എന്നിൽ ഉണ്ടെങ്കിൽ എനിക്ക് അത് ചൂണ്ടിക്കാണിച്ചു തരണമേ. എന്തെങ്കിലും നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യമുണ്ടെങ്കിൽ നീ അതൊന്ന് എന്നെ കാണിച്ചു തരണമേ കർത്താവേ. 103-ാം സങ്കീർത്തനം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ
നമ്മുടെ പ്രകൃതി അറിയുന്ന കർത്താവിന് നമ്മോടുള്ള കരുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായിക്കാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, പകരം ചെയ്യുന്നില്ല. നമ്മൾ ഒത്തിരി പാപം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു. അതുപോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ. ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്ക് അല്ലേ? അസ്തമിക്കുന്നതോ പടിഞ്ഞാറ്. എത്ര ദൂരമുണ്ട്? അതുപോലെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. നമ്മൾ ലംഘനം ചെയ്യുന്നവരാ. ആ ലംഘനം ചെയ്യുന്ന നമ്മുടെ ലംഘനങ്ങളെ കർത്താവ് നമ്മളോട് അകറ്റിയിരിക്കുന്നു. എത്ര 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 ദൂരമുണ്ട്? 10,000 മൈലേ ഉള്ളോ? അല്ല, എനിക്കറിയത്തില്ല എത്ര ഉണ്ട്. വളരെ 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 അധികമാണ്, വളരെ അധികമാണ്. അത്ര അകലമാണ്. അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. അതുകൊണ്ട് നാം പൊടി ആണെന്ന് അവൻ ഓർക്കുന്നു. ഒരു പൊടി എന്തേലും അതിക്രമം ചെയ്ത നമ്മളെന്താ പറയുക? പൊടിയെടുത്ത് മാറ്റും, അത്രയല്ലേ ഉള്ളൂ. ആ മഹാദയയും കരുണയും മനസ്സലിവും ദീർഘക്ഷമയും ഉള്ള പിതാവാണ് നമ്മുടെ ഓരോ അണുവും അറിയുന്നതെന്ന് ഓർത്ത് കർത്താവിനെ വ്യസനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉള്ളതിനെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും, ഇത് കുഴപ്പമാണ്, ഇത് ശരിയല്ല എന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറകോട്ട് പോകാതെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം. എപ്പോഴും മാനസാന്തരത്തിനുള്ള അവസരം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാം. യോഹന്നാൻ 10:14 യേശു കർത്താവ് നമ്മെ അറിയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 10:14 പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. കർത്താവിനുള്ളവരായ നാം ഈ വിധത്തിൽ കർത്താവിനെ അറിയുന്നുണ്ടോ? കർത്താവ് അറിയുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ നമ്മൾ കർത്താവിനെ അറിയുന്നുണ്ടോ? നാം അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ യോഹന്നാൻ 10:27 പറയുന്ന കാര്യങ്ങൾ സത്യമായി തീരും നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അവയെ അറിയുകയും അവ എന്നെ അനുസരിക്കുകയും ചെയ്യുന്നു. 28-ാം വാക്യത്തിൽ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്ന ആടുകൾക്കുള്ള ശക്തിയേറിയ വാഗ്ദത്തമാണിത്. ഒരു വലിയ വലിയ വാഗ്ദത്തമാണ്. അതുകൊണ്ട് അവന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഓരോ ദിവസവും അവൻ്റെ ശബ്ദം കേട്ട് അവനെ നമുക്ക് അനുഗമിക്കാം. ഈ കർത്താവിനെ അനുഗമിക്കുന്നവരായി നമുക്ക് തീരാം. എബ്രായർ 4:12-ലും 13-ലും വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറൊരുക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു.
അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആ ആ കർത്താവിന് സകലവും, നമ്മുടെ ഒരു കാര്യവും നമ്മൾ അങ്ങോട്ട് പറയണ്ട, സകല കാര്യങ്ങളും അവന് നഗ്നവും മലർന്നതുമാണ്. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ദൈവവചനം നമ്മിലൂടെ കടന്നു പോകുമ്പോൾ നമ്മിലുള്ള ദൈവത്തിൻ്റെതല്ലാത്ത കാര്യങ്ങൾ ദൈവവചനം നമ്മെ കാണിച്ചു തരും. കാരണം കർത്താവിന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് ഈ കർത്താവിനോടാണ്. അപ്പോൾ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഈ കർത്താവിനോട്, എല്ലാം അറിയുന്ന കർത്താവിനോട്. അത് ഞാൻ ചെയ്തില്ലെന്നോ ഇങ്ങനെ ഞാൻ ചിന്തിച്ചില്ലെന്നോ ഒന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് കണക്ക് ബോധിപ്പിക്കാനുള്ളവരാണെന്നുള്ളത് ഓർത്തുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കണം. ഈ കർത്താവിനോട് കണക്ക് ബോധിപ്പിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം, അതായത് ഏറ്റുപറച്ചിൽ, മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. പാപം ചെയ്യാതെ സകലത്തിലും സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക ധൈര്യത്തോടെ. അവൻ നമുക്ക് കൃപ തരും. എബ്രായർ 10:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും ഇത് തന്നെ നമ്മോട് പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ജഡം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തം ചെയ്തു, അവൻ വിശ്വസ്തനാണ്. നമ്മെ അറിയുന്നു എന്ന് പറയുന്ന വാക്കുമാറാത്ത കർത്താവ് നാം അനീതി വിട്ട് അകന്ന് അവൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള വഴിയും ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഹീനകാര്യങ്ങളെ വിട്ടകന്ന് കർത്താവിന് വിശുദ്ധവും ഉപയോഗയോഗ്യവുമായ മാനപാത്രമായിരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ ശബ്ദം കേട്ട് അവനെ നമുക്ക് അനുഗമിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.